ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഷവർമ്മ എങ്ങനെ ഈസിയായി ചെയ്തെടുക്കാം എന്നുള്ള റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതെല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. 1/2 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ടും ചേർത്ത് നല്ലോണം മിക്സ് ആക്കണം. സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്താൽ മതി. നല്ലോണം മിക്സ് ചെയ്ത് അടിച്ച് മിക്സ് ആക്കി നന്നായി പൊങ്ങി വരും. അപ്പോൾ ഇത് ഒരു 2-3 സെക്കൻഡ് ഇത് അടച്ചു വെച്ച് നന്നായി മൂടി വെക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ട കുബൂസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. 1 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് സോഡ, വാട്ടർ, ഇത് മൂന്നും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കണം. ഏകദേശം ഒരു 15-20 മിനിറ്റ് നന്നായി കുഴച്ചെടുക്കണം. അപ്പോഴാണ് ഇത് നല്ല സോഫ്റ്റായി വരുള്ളൂ. നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തുണി കൊണ്ട് എയർ ടൈറ്റായി മൂടി വെക്കാം. റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ടിട്ട് മൂടി വെച്ചാൽ മതി. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഇതേമാതിരി വെക്കണം. അപ്പോഴാണ് കുബൂസ് നല്ല സോഫ്റ്റായി കിട്ടുക. ഇതിനു വേണ്ടിയിട്ട് 1/4 കിലോ ചിക്കനാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 കപ്പ് തൈര്, നല്ല കട്ട തൈര്, 1/2 ലെമൺ പിഴിഞ്ഞത്. ലെമണിന്റെ പകുതി പിഴിഞ്ഞ് ഇതിലേക്ക് നല്ല മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഇതെല്ലാം നല്ല ഉള്ളിൽ കയറി, മസാലയൊക്കെ നല്ല ഉള്ളിൽ കയറി, ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി വരുള്ളൂ. ഇനി നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 1-1.5 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. മാവെല്ലാം നല്ല സോഫ്റ്റായി നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ബേക്കിംഗ് സോഡയ്ക്ക് വേറെ ഈസ്റ്റ് ആണെങ്കിൽ ഒന്നും കൂടി നന്നായി പൊങ്ങി വരും. നിങ്ങൾ എപ്പോഴും ഈസ്റ്റ് ഉണ്ടെങ്കിൽ ഈസ്റ്റ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഇനി നമുക്കിത് നന്നായി ചപ്പാത്തി പല്ല് വെച്ച് നന്നായി പരത്തിയെടുക്കാം. നല്ലോണം തിക്കാവാനും പാടില്ല, നല്ലോണം മെലിസാവാനും പാടില്ല. അതുമാതിരി നന്നായി പരത്തിയെടുക്കുക. നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി കല്ല് വെച്ച് നന്നായി ചുട്ടെടുക്കണം. നല്ലപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായി വേവിച്ച് നന്നായി ചുട്ടെടുത്താൽ മതി. നന്നായി ബബിൾസ് എല്ലാം വന്നിട്ടുണ്ട്. ഇതുപോലെ 4 കുബൂസിനുള്ള മാവാണ് ഇപ്പൊ ഞാൻ റെഡി ആക്കിയിരിക്കുന്നത്. 4 കുബൂസും ഇതുപോലെ ചുട്ടെടുക്കുക. നന്നായി ചുട്ടെടുക്കുക. ചുട്ടെടുത്ത ശേഷം നമ്മൾ ഒരു തുണി വെച്ച് മൂടി വെക്കണം. കുറച്ച് നേരം മൂടി വെച്ചാൽ മതി. അപ്പോൾ നന്നായി സോഫ്റ്റായി വരും. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ചിക്കൻ നന്നായി വറുത്തെടുക്കാം. സൈഡൊക്കെ നല്ല ബ്രൗൺ നിറമാണോ വരെ നന്നായി വറുത്തെടുക്കണം. ചിക്കനെല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി എടുത്ത് ചിക്കൻ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്യണം. എല്ലാ ചിക്കനും ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കും. എല്ലാ ചിക്കനും നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് റെഡിയാക്കാം. ഇതിനായി ഒരു ബൗളെടുത്ത് 1 കപ്പ് ക്യാബേജ്, 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് തക്കാളി, അതായത് 1 തക്കാളി എടുത്താൽ മതി, കൊത്തമല്ലി ഇല, കുറച്ച് കൊത്തമല്ലിയുടെ ഇല. അതിലേക്ക് ചിക്കൻ, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ചേർത്താൽ നല്ലതായിരിക്കും. നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് കൈ വെച്ച് വേണമെങ്കിലും നന്നായി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുബൂസ് എടുക്കാം. കുബൂസ് എടുത്ത് മയണീസ് നന്നായി കുബൂസിന്റെ മേലേക്ക് മയണീസ് നന്നായി തേച്ച് കൊടുക്കണം. നന്നായി മയണീസ് നമ്മൾ എല്ലായിടത്തും പറ്റണമാതിരി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് വെക്കാം. വെജിറ്റബിൾസ് നന്നായി എല്ലായിടത്തും മിക്സ് ആവണ മാതിരി വെക്കണം. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഷവർമ റെഡിയായി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.